ഉത്തരേന്ത്യയിലെ കഫ് സിറപ്പ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നതതല യോഗം വിളിച്ചു. ഡ്രഗ്സ് കൺട്രോളർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഷിജോ കുര്യൻ, തിരുവനന്തപുരത്ത്. ഷിജോ, എന്താണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിഷാദ്, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചുമയുടെ മരുന്ന് കഴിച്ച് ഏതാണ്ട് 20-ലധികം കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തെ ആ സംഭവം നടന്ന അന്ന് മുതൽ തന്നെ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൾഡ്രിഫ് സിറപ്പിന്റെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന കൂടി ഡ്രഗ്സ് കൺട്രോളറുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തുടരുന്ന പരിശോധനയിൽ ഏതാണ്ട് 170 ബോട്ടിലുകൾ സംസ്ഥാനത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. ഇതൊക്കെ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്കടക്കം വിധേയമാക്കുന്ന ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ഡോക്ടർമാർക്കും ഒരു സർക്കുലർ നൽകിയിരുന്നു. ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ഒരു തരത്തിലും ഈ മരുന്ന് നൽകാൻ പാടില്ല. കുറിപ്പടി ഉണ്ട് എങ്കിൽ പോലും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫാർമസികളിൽ നിന്നോ അല്ലെങ്കിൽ ആശുപത്രികളിൽ നിന്നോ ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിരുന്നു. എന്തായാലും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഈ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നിപ്പോൾ ഒരു അടിയന്തര യോഗം വിളിച്ചത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മന്ത്രിയുടെ ചേംബറിൽ യോഗം തുടങ്ങിയത്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർ, DME, DHS, മറ്റ് ആരോഗ്യവകുപ്പിലെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും സംസ്ഥാനം ചെയ്തു വരുന്നുണ്ട്. 66 മരുന്നുകൾ കേന്ദ്രം നിരോധിച്ചപ്പോൾ ആ മരുന്നുകളൊന്നും തന്നെ സംസ്ഥാനത്ത് നൽകുന്നില്ല എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ഉറപ്പാക്കിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമയുടെ മരുന്ന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് ഉപയോഗിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് സംസ്ഥാന ആരോഗ്യവകുപ്പ് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയേക്കാം. എന്തായാലും യോഗം പുരോഗമിക്കുകയാണ്. യോഗശേഷം മാത്രമാണ് എന്ത് തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും പുതുക്കിയ ഒരു മാർഗനിർദ്ദേശം ഒരുപക്ഷെ ഈ മരുന്നിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശരി.